ഗ്ലോറി ടു ഗോഡ്. ലിവിങ് ക്രൈസ്റ്റിലേക്ക് നിങ്ങളേവരെയും ഞാൻ ചേർന്ന് സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടെ ഈ തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന വലിയ കൃപയ്ക്കായി വലിയ ദൈവനായ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയരെ, പ്രാരംഭമായി ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ദുബായിൽ നിന്നും റെജി വർഗീസ് ബ്രദറും കുടുംബവും ചേർന്നാണ്. തൻ്റെ പ്രാർത്ഥന വിഷയം എന്ന് പറയുന്നത് തൻ്റെ മകളുടെ വിവാഹത്തിന് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥന വിഷയം ചോദിച്ചിരിക്കുകയാണ്. മകൾ നീതിയുടെ വിവാഹത്തിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. അതേപോലെ തന്നെ തൻ്റെ മകൻ നോയൽ ഇപ്പോൾ കാനഡയിലായിരിക്കുന്നു. അവിടെ പെർമനൻ്റായി ഒരു അനുഗ്രഹിക്കപ്പെട്ട ജോലി ലഭിക്കേണ്ടതിനായിട്ടും അവിടുത്തെ പെർമനൻറ്റ് റെസിഡൻസ് ലഭിക്കേണ്ടതിനായിട്ടും പ്രത്യേകമായി പ്രാർത്ഥന വിഷയം ചോദിക്കുന്നു. അതേപോലെ ഇളയ മകൻ ഡാനിയലിന് വേണ്ടി, ഡാനിയൽ ഇപ്പോൾ ഡിഗ്രി കഴിയുകയാണ്. ഡാനിയലിന് ദൈവം ഒരു പുതിയ വഴി തുറക്കേണ്ടതിനായിട്ടും ദൈവത്തിൻ്റെ വലിയ കരം വെളിപ്പെടേണ്ടതിനായിട്ടും പ്രത്യേകമായി പ്രാർത്ഥന വിഷയം ചോദിക്കുകയാണ്. അതേപോലെ റെജി വർഗീസ് ബ്രദറിനും കുടുംബത്തിനുമായിട്ട് ഒരു പുതിയ ഭവനത്തിനായിട്ട് അവർ പ്രത്യേകമായി പ്രാർത്ഥന വിഷയം ചോദിക്കുകയാണ്. അതേപോലെ തന്നെ തൻ്റെ വൈഫിനും തനിക്കും ഈ ദിവസങ്ങളിൽ സ്പിരിച്വലായ ഒരു വലിയ ഉണർവും ഉയർച്ചയും ലഭിക്കേണ്ടതിനായിട്ടും അതേപോലെ തന്നെ ഈ കുടുംബത്തെ ദൈവം അടുത്ത നിലയിലേക്ക്, പ്രത്യേകിച്ച് 3 മക്കളെ ദൈവം അനുഗ്രഹിച്ച് അടുത്ത തലത്തിലോട്ട് കൊണ്ടുപോവുകയും ചെയ്യേണ്ടതിനായിട്ട് പ്രത്യേകമായി പ്രാർത്ഥന വിഷയം ചോദിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് റെജി വർഗീസ് ബ്രദറിനും കുടുംബത്തിനുമായിട്ട് പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് എത്ര പേർ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ തയ്യാറാണ്? ഞാൻ വിശ്വസിക്കുന്നത് ഈ മകൻ 2024 ദൈവവേലയിൽ അതിശക്തമായി ഉപയോഗിക്കപ്പെടാൻ പോവുകയാണ്. കാരണം അതേപോലെ വചനവും അതേപോലെ ദൈവത്തെക്കുറിച്ചൊരു ഭയങ്കര ആഴമേറിയ അറിവും തൻ്റെ അകത്തുണ്ട്. കർത്താവ് ഉപയോഗിക്കാൻ പോകുന്നു. ഹല്ലേലൂയ. അത് ഞാൻ വിശ്വസിക്കുകയാണ്. ദൈവം തൻ്റെ എല്ലാ ആവശ്യങ്ങളിലും മതിയായവനായി തീരട്ടെ. എങ്കിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഇന്ന് ഈ എപ്പിസോഡ് ശ്രദ്ധിക്കുന്ന ഓരോ ദൈവമക്കളും ഈ മകനും കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം ദൈവത്താൽ വഴി നടത്തുന്ന കുടുംബമാണ്. ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന കുടുംബമാണ്. എങ്കിൽ നമുക്ക് ഒരുമിച്ച് കണ്ണുകൂടെ നടച്ച് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാവരും എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഓർപ്പിക്കുന്നു. കണ്ണുകൾ അടച്ചാട്ടെ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, ഞങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ റെജി വർഗീസ് ബ്രദറിൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ചും മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആ മകളുടെ വിവാഹത്തിനകത്ത് ഒരു അത്ഭുത വിടുതൽ സംഭവിക്കുകയും കർത്താവ് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട തക്ക തുണ ഈ ദിവസങ്ങളിൽ വെളിപ്പെട്ട് വരികയും തൻ്റെ ജോലിയിൽ ഒരു വലിയ ഉയർച്ച ലഭിക്കുകയും ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. കർത്താവെ, അതേപോലെ തന്നെ ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. കർത്താവെ, കാനഡയിലുള്ള മകന് വേണ്ടി അത്ഭുതകരമായ ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. നോയലിൻ്റെ ജീവിതത്തിനകത്ത് ഒരു ഭയങ്കര ദൈവപ്രവൃത്തി കർത്താവെ, പെർമനൻറ്റ് റെസിഡൻസ് വിസ കിട്ടേണ്ടതിനായിട്ടും അതേപോലെ അനുഗ്രഹിക്കപ്പെട്ട ജോലിയുടെ വാതിൽ ദൈവം തുറക്കുകയും ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അതേപോലെ തന്നെ കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന ഡാനിയലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഡിഗ്രി കഴിഞ്ഞ് അടുത്ത വഴി അങ്ങാണ് തുറക്കേണ്ടത്. അങ്ങ് തുറക്കുന്നതിനായി സ്തോത്രം. ഞങ്ങൾ ആ വാതിൽ മുട്ടുകയാണപ്പ. അങ്ങ് വാതിൽ തുറക്കുന്നവൻ, അങ്ങ് വാതിലാക്കിയാൽ കർത്താവെ, ആ മകൻ്റെ ജീവിതത്തിനകത്ത് അത്ഭുതകരം ഈ എപ്പിസോഡ് കഴിയുമ്പോൾ തന്നെ തനിക്ക് വേണ്ടിയുള്ള മുമ്പോട്ടുള്ള വാതിലുകൾ അങ്ങ് തുറക്കാൻ പോകുന്നതിനായി സ്തോത്രം. കർത്താവിനെ അത്ഭുതകരമായി കാണിക്കുന്നു. ആ മകന് വേണ്ടി ഭാവിയുടെ വഴി ഇതാ ദൈവം തുറക്കുകയാണ്. ദൈവം പുതിയ തലങ്ങൾ തുറക്കുന്നു. ആ മകൻ ഫ്ലൈറ്റിലിരിക്കുന്ന ഒരു കാഴ്ച എനിക്ക് കാണാം. കർത്താവെ, ആ മകനെ മാനിക്കാൻ പോകുന്നതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭവനം കൊടുക്കണമേ അപ്പ. ദൈവം ഇതുവരെ നടത്തിയതിനായി സ്തോത്രം. റെജി വർഗീസ് ബ്രദറിനെയും വൈഫിനെയും കർത്താവിൻ്റെ കരത്തിൽ ഏൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു എപ്പിസോഡിലോട്ട് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. നിങ്ങൾ കടന്നു വന്നാട്ടെ. പ്രിയരെ, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ തിരുവചനത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ആർക്കും മാറ്റാൻ കഴിയാത്തതും വിശ്വസിക്കുന്ന ഏവർക്കും മാറ്റം കൊണ്ടുവരുന്നതുമായ തമ്പുരാൻ്റെ തിരുവചനവുമായി ഒരിക്കൽ കൂടി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ വലിയ ദൈവം എന്നെ സഹായിച്ച എല്ലാ വിധങ്ങൾക്കുമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. എൻ്റെ കഴിവോ എൻ്റെ മിടുക്കോ ഒന്നുമല്ല പ്രിയരെ, കർത്താവിൻ്റെ കരമാണ് എന്നെ ഇതുവരെയും മുമ്പോട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ മിനിസ്ട്രിയെ കർത്താവ് ഓരോ ദിവസവും മുമ്പോട്ട് നടത്തുന്നതിനായിട്ട് പ്രത്യേകിച്ച് ഞാൻ ഒന്ന് ഓർപ്പിക്കട്ടെ. 2012 മുതൽ കർത്താവ് ഇതുവരെയും ഇതിനെ സൂക്ഷിച്ചു, ഇതുവരെയും ഇതിനെ നടത്തി. അതിനകത്ത് എനിക്ക് പറയാനോ പോകുവാനോ ഒന്നുമില്ല. ഓരോ ദിവസവും ഈ എപ്പിസോഡുകളിൽ കർത്താവ് അത്ഭുതങ്ങളെ ചെയ്തു. ഓരോ ദിവസവും തമ്പുരാൻ്റെ കരവിനകത്ത് പ്രവർത്തിച്ചു. അങ്ങനെ ശ്രദ്ധിക്കുന്ന ഓരോ ദൈവമക്കളോടും ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുകയാണ്, നിങ്ങളും വിശ്വസിക്കാമെങ്കിൽ ഇത് നിങ്ങളുടെ സമയമായി തീരുകയാണ്. ദിസ് ഈസ് യുവർ ടൈം റൈറ്റ് നൗ. കാരണം എൻ്റെ കർത്താവ് ഈ എപ്പിസോഡിലൂടെ നിങ്ങൾക്കൊരു വഴി തുറക്കാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കുമെന്ന് അറിയാം. ദൈവവചനം പറയുമ്പോൾ നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയും എൻ്റെ തമ്പുരാൻ പ്രവർത്തിക്കാൻ പോവുകയാണ്. എൻ്റെ പ്രാർത്ഥന മുറിയിൽ ദൈവം എന്നോട് പറഞ്ഞത്, അടഞ്ഞ വാതിലുകളുടെ മുമ്പിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ മുട്ടുവാൻ മടിക്കരുത്, പ്രാർത്ഥിക്കാൻ മടിക്കരുത്. കാരണം
അത് നിങ്ങളുടെ സാധ്യതയാണ്. അറിയാം, വിശ്വാസത്തിൽ പ്രാർത്ഥിക്കാമെങ്കിൽ എൻ്റെ ദൈവം വഴിയും വാതിലുമാണ്. അറിയാം, ഞാൻ തന്നെ ആ വഴിയും സത്യവും ജീവനും എന്ന് പറഞ്ഞവൻ. ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടുമെന്ന്. നിങ്ങൾക്ക് വേണ്ടി എൻ്റെ യേശു ആ വാതിലിനെ തുറക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഇരുമ്പോടാമ്പലുകളെ കണ്ണിച്ച് കളയുന്ന, താമ്രക്കഥകളെ തകർത്ത് കളയുന്ന, ദുർഘടങ്ങളെ നിരപ്പാക്കുന്ന തമ്പുരാൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. വിശ്വാസത്തിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് പ്രാർത്ഥനയോടുകൂടെ, അറിയാം, ഞാനൊരു മതത്തെയോ ഒരു സംഘടനയോ ഉയർത്താനല്ല നിങ്ങളുടെ മധ്യത്തിലേക്ക് കടന്നു വരുന്നത്. ഹല്ലേലൂയ. വലിയവനായ ദൈവം ഇന്നും നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നും ഇന്നും യേശു ജീവിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത്. ഹല്ലേലൂയ. ലോകം എന്നെ നോക്കി ഒത്തിരി കാര്യങ്ങൾ തീർന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അറിയാം, ഒത്തിരി മേഖലയിൽ അവസാനിച്ചെന്ന് ലോകം പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. പക്ഷേ അവിടെയൊന്നും തീരാതെ കർത്താവ് ഇന്നും എന്നെ മുമ്പോട്ട് നടത്തുന്നു എങ്കിൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, നിങ്ങൾക്ക് വേണ്ടി ഇതുവരെയും തുറക്കാത്തത് എന്തോന്ന് തുറക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് വേണ്ടി ഇതുവരെയും ചലിക്കാത്തത് എന്തോന്നും ഭയങ്കരമായി തുറന്നു വരാൻ പോവുകയാണ്. ആത്മാവിൽ എൻ്റെ കൂടെ എത്ര പേർ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങും. ദൈവത്തിൻ്റെ പ്രവൃത്തി വ്യാപരിക്കട്ടെ, ദൈവത്തിൻ്റെ കരം ചലിക്കട്ടെ. അത്ഭുതങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നവർ, അത്ഭുതങ്ങളെ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നവർ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങണമെന്ന് ഓർപ്പിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ ഈ എപ്പിസോഡിനകത്ത് ആഴമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം എന്നോട് പറഞ്ഞു, ഹല്ലേലൂയ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇതുവരെയും നടക്കാത്ത ചിലതിനെ നിങ്ങൾ വിശ്വസിക്കുക. ഹല്ലേലൂയ. ഈ എപ്പിസോഡിനെ കുറിച്ച് എന്നോട് ദൈവം പറഞ്ഞത്, നിങ്ങൾ ചില നന്മകൾ കാണാൻ പോവുകയാണ്. നിങ്ങൾ ചില പുതിയ നന്മകൾ കാണാൻ പോവുകയാണ്. അതിനെ സ്വീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ സ്വീകരിക്കണം. കാരണം ഹല്ലേലൂയ, എൻ്റെ ദൈവം നിങ്ങളെ അത് കാണിക്കുവാൻ പോവുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ ഇന്നലെ വരെയും പ്രശ്നം കണ്ടവരായിരിക്കും, പ്രതികൂലം ജീവിതത്തിനകത്ത് ഇതുവരെ ഒരു നന്മ കണ്ടിട്ടില്ലെന്ന് പറയുന്നവരുണ്ടാകാം. എന്നാൽ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുകയാണ്, എൻ്റെ ദൈവം നിശ്ചയിച്ച നന്മകൾ, എൻ്റെ ദൈവം തീരുമാനിച്ച നന്മകൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ നമ്മൾ കുറിവാക്യത്തിനകത്തേക്ക് വരികയാണ്. 91-ാം സങ്കീർത്തനം അതിൻ്റെ 16-ാമത്തെ വാക്യം. ദീർഘായുസ് കൊണ്ട് ഞാൻ അവന് തൃപ്തി വരുത്തും, എൻ്റെ രക്ഷയെ അവന് കാണിച്ചു കൊടുക്കും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ദീർഘായുസ് കൊണ്ട് തൃപ്തി വരുത്തുക മാത്രമല്ല, കർത്താവിൻ്റെ രക്ഷയെ അവൻ എനിക്ക് കാണിച്ചു തരും. ഹല്ലേലൂയ. നിങ്ങളുടെ കരം പിടിച്ച് നടത്തുന്ന, ഹല്ലേലൂയ, നിങ്ങളെ വീണ്ടെടുത്ത കർത്താവ് എന്നോടും നിങ്ങളോടും പറയുന്നു, കർത്താവിൻ്റെ രക്ഷ, കർത്താവിൻ്റെ വാതിലുകൾ, കർത്താവ് വെച്ചിരിക്കുന്ന നന്മകൾ ഞാനും നിങ്ങളും കാണാൻ പോവുകയാണ്. ഈ സമയത്ത് തന്നെ ചിലവർ ഹല്ലേലൂയ നമ്മെ നോക്കി ഇന്നലകളിൽ പറയുന്നുണ്ടാകാം, ചില മേഖലകളിൽ ചില ശക്തികൾ നമ്മളെ നോക്കി പറയുന്നുണ്ടായിരിക്കും, തീർന്നടാ, നീ അവസാനിക്കാൻ പോവുകയാണ്, നിൻ്റെ ജീവിതത്തിൽ ഞാൻ കാണിച്ചു തരാം, അങ്ങനെയൊക്കെ പറയുന്ന ഒത്തിരി മേഖലകൾ കാണാം. ഹല്ലേലൂയ. നിങ്ങളോട് വിരോധമുള്ള ചിലർ പറയുന്നുണ്ടായിരിക്കാം, നിന്നെ ഞാൻ ഇപ്പോൾ അത് ചെയ്യും, അല്ലെങ്കിൽ നിന്നെ കാണിക്കുമെന്നൊക്കെ പറയുമ്പോൾ ഹല്ലേലൂയ, ഇപ്പോൾ നമുക്ക് ഒരുമിച്ച് ചേർന്ന് പറയാം, മറഞ്ഞും ഒളിഞ്ഞും നേരെയൊക്കെ പറയുന്ന ആ പ്രിയ സഹോദരങ്ങളോട് പറയാം, നിങ്ങൾ വിചാരിക്കുന്നതല്ല എൻ്റെ ജീവിതത്തിൽ ഞാൻ കാണാൻ പോകുന്നത്. എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി വഴി തുറക്കുന്നവനാണ്. എൻ്റെ കർത്താവ് വിചാരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ കാണാൻ പോകുന്നത്. കാരണം ഞാൻ ദൈവത്തെ അതേപോലെ സ്നേഹിക്കുന്ന വ്യക്തിയാണ്. കാരണം ബൈബിൾ വ്യക്തമായി പറയും, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ആരുടെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്നുള്ളതാണ്. ഹല്ലേലൂയ. എങ്കിൽ എൻ്റെ കൂടെ ഒന്ന് വിശ്വസിക്കാമെങ്കിൽ ഒരുമിച്ചൊന്ന് വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞാട്ടെ, എൻ്റെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ്. യെശയ്യാവ് വിളിച്ച് പറയുന്നു, പണ്ടുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, മുമ്പുള്ളവയെ നിങ്ങൾ നിരൂപിക്കുകയും വേണ്ട, ഇതാ ഞാൻ പുതിയതായി ഒന്ന് ചെയ്യുന്നു. ഹല്ലേലൂയ. എൻ്റെ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിനകത്ത് പുതിയത് ചെയ്യുവാൻ ശക്തനാണ്. ഹല്ലേലൂയ. ആരൊക്കെയോ വെല്ലുവിളികളുടെ നടുവിൽ നിൽക്കുന്നവരുണ്ട്, പക്ഷേ എൻ്റെ കർത്താവ് എൻ്റെ കോട്ടയാണ്, എൻ്റെ പരിചയമാണെന്ന് പറഞ്ഞുകൊണ്ട്, ഹല്ലേലൂയ, എൻ്റെ പാറയായ എൻ്റെ കർത്താവ്, എൻ്റെ സങ്കേതമായ എൻ്റെ കർത്താവ്. സങ്കീർത്തനക്കാരൻ പറയുന്ന വേർഡുകളാണിത്. ആ ദൈവം നിനക്ക് അനുകൂലമാണെങ്കിൽ, ഹല്ലേലൂയ, എൻ്റെ ദൈവം നിനക്ക് വേണ്ടി വിരുന്നുകൾ ഒരുക്കാൻ പോവുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ 23-ാം സങ്കീർത്തനം അതിൻ്റെ 5-ാമത്തെ വാക്യം ശ്രദ്ധിക്കാമെങ്കിൽ ശ്രദ്ധിച്ചേ. എൻ്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നൊരുക്കുന്നു, എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ആ വചനത്തെ സ്വീകരിച്ചാട്ടെ. എൻ്റെ ശത്രുക്കൾ കാണുക, എൻ്റെ ദൈവം എന്നെ തകർത്ത് കളയാൻ പോകുന്നതല്ല പറഞ്ഞത്, എൻ്റെ ജീവിതം അവസാനിക്കാൻ പോകുന്നതല്ല പറഞ്ഞത്. എൻ്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് ഹല്ലേലൂയ വിരുന്നൊരുക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. എനിക്ക് മേശ ഒരുക്കാൻ പോകുന്നു, എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, എൻ്റെ പാനപാത്രമോ നിറഞ്ഞ് കവിയുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ നിങ്ങളെ നോക്കി പല മേഖലകളിൽ വഴി അടഞ്ഞൊന്നും തീർന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ വചനത്തിൻ്റെ ശക്തി നിങ്ങളെ നോക്കി വിളിച്ചു പറയുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് വേണ്ടി പുതിയ വിരുന്നുകൾ വെളിപ്പെടുകയാണ്. നിങ്ങൾക്ക് വേണ്ടി വലിയ വലിയ അധ്യായങ്ങൾ ദൈവം തുറക്കാൻ പോവുകയാണ്. ആരൊക്കെയോ നിങ്ങളെ നോക്കി, നിങ്ങളുടെ ജോലികളെ നോക്കി, നിങ്ങളുടെ ബിസിനസ്സിനെ നോക്കി, നിങ്ങളുടെ തലമുറകളെ നോക്കി
എല്ലാം അവസാനിച്ചെന്ന് പറയുമ്പോൾ ദൈവത്തെ ആശ്രയിക്കുന്ന ഒരു ഭക്തനോട് ദൈവം വിളിച്ചു പറയും, ഞാൻ വിരുന്നൊരുക്കാൻ പോവുകയാണ്, ഞാൻ വിരുന്നൊരുക്കുന്ന ദൈവമാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ മോശയോട് ചേർന്നുകൊണ്ട് 30 ലക്ഷത്തിൽ മുകളിൽ വരുന്ന ജനം മോശയോട് നോക്കിയിട്ട് പിറുപിറുക്കുകയാണ്, ഞങ്ങളുടെ എല്ലാ വഴികളും അടഞ്ഞു, 430 വർഷം ഞാനും എൻ്റെ പിതാക്കന്മാരും അടിമത്വത്തിൽ ഫറവോൻ്റെ കയ്യിലായിരുന്നു, ഇപ്പോൾ ഞങ്ങൾക്ക് മുമ്പിലോട്ടൊരു വഴിയില്ല, മുമ്പിൽ ചെങ്കടലാണ് നിൽക്കുന്നത്, പിറകിൽ ഫറവോനാണ്, ഞങ്ങളുടെ ജീവിതം അവസാനിച്ചു എന്നൊക്കെ പറയുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവം മോശ വിളിച്ചു പറയുന്നു, അതിന് മോശ ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പിൻ, യഹോവ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാനിരിക്കുന്ന രക്ഷയെ നിങ്ങൾ കണ്ടുകൊള്ളുക, ഇന്ന് കണ്ട മിസ്രൈമിനെ ഇനി നിങ്ങൾ ഒരു നാളും കാണത്തില്ല. ഹല്ലേലൂയ. മോശയുടെ അകത്തു വെളിപ്പെട്ട ദൈവശക്തിയിൽ മോശ വിളിച്ചു പറയുന്ന 2 വാക്യങ്ങളുണ്ട്. ഹല്ലേലൂയ. ഇന്ന് യഹോവ ചെയ്യാനിരിക്കുന്ന രക്ഷയെ നിങ്ങൾ കാണണം. ഹല്ലേലൂയ. ഇന്ന് ഈ എപ്പിസോഡ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ലോകപ്രകാരം എല്ലാം തീർന്നു എന്ന് പറഞ്ഞാലും എൻ്റെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു വഴി തുറക്കാൻ പോവുകയാണ്. വിശ്വാസത്തിൽ അതിനെ സ്വീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ സ്വീകരിച്ച്. ഹല്ലേലൂയ. ഒന്ന്, ദൈവം രക്ഷയുടെ വഴിയെ നിങ്ങളുടെ മുമ്പിൽ ഓപ്പണാക്കും. അടുത്ത പദം സ്വീകരിച്ചുകൊണ്ട് ആമേൻ പറയാൻ പറ്റും, ഇന്ന് കണ്ട മിസ്രൈമിനെ ഇനി നീ ഒരു നാളും കാണത്തില്ല. ഹല്ലേലൂയ. ഇതുവരെയും നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ വീട്ടിനകത്ത് ഹല്ലേലൂയ രോഗവും പ്രശ്നങ്ങളും ഒക്കെ കൊണ്ടുവന്ന മിസ്രൈമി ശക്തിയെ ഇനി നിനക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ എൻ്റെ കർത്താവ് ക്യാൻസൽ ചെയ്ത് വിടാൻ പോവുകയാണ്. ആത്മാവിൽ അതിനെ സ്വീകരിക്കാൻ പറ്റുന്നവർ ഒരുമിച്ച് സ്വീകരിച്ചുകൊണ്ട്, കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് അങ്ങ് വിളിക്കുകയാണ്. കർത്താവെ, ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിനകത്തൊരു പുതിയ തലം തുറക്കാൻ പോകുന്നതിനായി, ഞങ്ങളുടെ ജീവിതത്തിനകത്തൊരു അത്ഭുതം ദൈവം ചെയ്യാൻ പോകുന്നതിനായിട്ട് ഹല്ലേലൂയ നാളുകളായിട്ട് പിടിമുറുക്കുന്ന ഫറവോന്യ ശക്തി ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ അവസാനിക്കാൻ പോവുകയാണ്. ആത്മാവിൽ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിനകത്ത് നന്മ തരത്തിലെന്ന് വാദിച്ചുകൊണ്ടിരുന്ന ദുഷ്ടൻ്റെ കാലം സീസൺ തീരാൻ പോവുകയാണ്. ദൈവം നിങ്ങളുടെ ജീവിതത്തിനകത്തൊരു പുതിയ അധ്യായം എഴുതുന്നു. പ്രാർത്ഥിക്കുന്ന ഏലിയാവുമാരോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, നീ പുതിയ സീസൺ കാണാൻ പോവുകയാണ്. അറിയാം, നിൻ്റെ കണ്ണുകൊണ്ട് ദൈവം ഹല്ലേലൂയ നാളുകൾ അടഞ്ഞു കിടന്ന ആകാശമണ്ഡലങ്ങളെ തുറക്കാൻ പോവുകയാണ്. ഇതാ വൻമഴയ്ക്കുള്ള സാധ്യത തുറക്കാൻ പോകുന്നു, വൻമഴ പെയ്യാൻ പോവുകയാണ്. അതിനെ സ്വീകരിക്കാൻ പറ്റുന്നവർ ഒരുമിച്ച് എൻ്റെ കൂടെ ചേർന്നുകൊണ്ട്, ഏലിയാവിൻ്റെ ബാല്യക്കാരൻ ആദ്യ പ്രാവശ്യം പോയിട്ട് വന്ന് ഒന്നും കാണുന്നില്ല, ഒന്നും നടക്കത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഏലിയാവ് പറഞ്ഞു, പ്രാർത്ഥിക്കുന്നത് ഞാനാണ്, നീ 7 പ്രാവശ്യം പോയി നോക്കാൻ പറഞ്ഞു. ഹല്ലേലൂയ. 7ാമത്തെ പ്രാവശ്യം ഇതാ ഏലിയാവിൻ്റെ ബാല്യക്കാരൻ വിളിച്ചു പറയുന്നു, കൈപ്പത്തി പോലും കടലിൽ നിന്ന് പൊങ്ങി വരുന്നുണ്ട്, കൈപ്പത്തിയുടെ മേഘം എന്ന് പറഞ്ഞാൽ വൻമഴയുടെ സൈൻ വെളിപ്പെടുകയാണ്. നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യാനിരിക്കുന്ന അതിശയങ്ങളെ ഈ മിനിറ്റിൽ നിങ്ങൾ കാണുമെന്ന് ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയുകയാണ്. മീഡിയ മാർഗത്തിൽ ശ്രദ്ധിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇതുവരെയും തുറക്കാത്ത ചില വാതിലുകൾ എൻ്റെ തമ്പുരാൻ നിങ്ങൾക്ക് വേണ്ടി തുറന്നു തരാൻ പോവുകയാണ്. ഹല്ലേലൂയ. മറഞ്ഞു കിടക്കുന്ന ചില നന്മകൾ നിങ്ങളുടെ കണ്ണിനകത്ത് വെളിപ്പെട്ട് വരാൻ പോകുന്നു. ഹാഗാറിനോട് ചോദിച്ചാൽ ഹാഗാർ പറയും, എനിക്ക് കാണാൻ വയ്യ എൻ്റെ മകൻ്റെ മരണം. ഇസ്മായേലിനെ ഒരു കല്ലേറും ദൂരത്ത് കൊണ്ടൊന്ന് മാറ്റിക്കിടത്തുകയാണ്. കുറുങ്കാട്ടിൽ തണലിൽ മാറ്റിക്കിടത്തിയിട്ട് പറയുന്നു, അവൾ നിലവിളിക്കുകയാണ്, ഹല്ലേലൂയ, എനിക്ക് അവൻ്റെ മരണം കാണാൻ വയ്യ, കാരണം ദാഹജലമില്ല, കുടിക്കാൻ വെള്ളമില്ലാത്ത അനുഭവത്തിൽ കുഞ്ഞു മരിച്ചു പോകുമെന്ന് പറയുമ്പോൾ ഇതാ ദൂതൻ ഇറങ്ങി പറയാണ്, ഹാഗാറെ നിനക്കെന്ത്, നിന്റെ ബാലൻ്റെ നിലവിളി ദൈവത്തിന് മുമ്പിൽ എത്തിയിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇതാ അവളുടെ കണ്ണ് തുറക്കുകയാണ് ദൂതൻ. ആർക്കും അടയ്ക്കാൻ പറ്റാത്തൊരു ഉറവ, ഹല്ലേലൂയ, ആ മരുഭൂമിയിൽ, ബർശേബ മരുഭൂമിയിൽ അവൾക്ക് വേണ്ടി ദൈവം തുറന്നു കൊടുക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങളിപ്പോൾ അതിനെ സ്വീകരിക്കണമെന്ന് ഓർപ്പിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾക്ക് വ്യക്തമായ നിലയിൽ എൻ്റെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി തുറന്നു തരികയാണ്. ആത്മാവിൽ സ്വീകരിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഹല്ലേലൂയ, നിങ്ങൾ ഒന്നുകൊണ്ട് നോക്കിയാൽ ഹല്ലേലൂയ, കൊർന്നേലിയോസിൻ്റെ ഭവനത്തിനകത്തൊരു ദൂതൻ ഹല്ലേലൂയ 9-ാം മണി നേരത്ത് വരുന്നത് കൊർന്നേലിയോസ് ദർശനത്തിൽ വ്യക്തമായി കാണുകയാണ്. നിങ്ങൾ സ്വീകരിക്കാമെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ നിങ്ങൾക്ക് ചില വ്യക്തതകൾ വെളിപ്പെട്ട് വരാൻ പോകുന്നു. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ചില വ്യക്തതകൾ കർത്താവ് തരാൻ പോവുകയാണ്. ആത്മാവിൽ സ്വീകരിക്കുന്നവർ ഒരുമിച്ച് സ്വീകരിച്ചുകൊണ്ട് പറഞ്ഞാട്ടെ, എൻ്റെ കർത്താവ് വ്യക്തതയുടെ ദൈവമാണ്. എത്ര വഴിയടഞ്ഞാലും, എത്ര രോഗത്തിൻ്റെ അവസ്ഥയാണെങ്കിലും ഇതാ വചനത്തിൻ്റെ ശക്തി നിൻ്റെ കണ്ണുകളെ തുറക്കുകയാണ്. ഹല്ലേലൂയ. ആ നിലകളിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോ. മഹാശക്തിയുള്ള കിഴക്കൻ കാറ്റുകൊണ്ട് ഇസ്രായേൽ മക്കൾ അതുവരെയും കണ്ടത് ചെങ്കടലാണ്. ഇസ്രായേൽ മക്കൾ തിരിഞ്ഞു നോക്കിയപ്പോൾ ഫറവോനെയാണ് കണ്ടത്. മഹാശക്തിയുള്ള കിഴക്കൻ കാറ്റുകൊണ്ട് അവർക്ക് വേണ്ടി മുമ്പിലോട്ടുള്ള ചെങ്കൽപാത ദൈവം ഒരുക്കുകയാണ്. ഈ എപ്പിസോഡ് ശ്രദ്ധിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഈ സമയത്ത് തന്നെ ഇതുവരെയും വെളിപ്പെടാത്ത ചിലത് പുതിയതായി തുറക്കാൻ പോവുകയാണ്, പുതിയത് കാണാൻ പോവുകയാണ്. കർത്താവ് നിങ്ങളുടെ കണ്ണുകളിൽ അത്ഭുതങ്ങളെ കൊണ്ടുവരാൻ പോകുന്നു എന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഹല്ലേലൂയ. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയും, ശൗൽ എന്ന് പറയുന്ന വ്യക്തി ഉപദ്രവിയെ പൗലോസിലേക്ക് തിരിക്കുവാൻ പോകുമ്പോൾ ഹല്ലേലൂയ, ദൈവം ചില അനന്യാസുമാരെ എഴുന്നേൽപ്പിക്കുന്നത് പോലെ അവൻ്റെ കണ്ണിൻ്റെ ആ ചെതുമ്പല്, കണ്ണിൻ്റെ കാഴ്ച മടക്കി കൊടുക്കുന്ന രീതിയിൽ പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ഒരു കൂട്ടിമുട്ടൽ സംഭവിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയൊരു വിടുതൽ സംഭവിക്കാൻ പോകുന്ന മിനിറ്റുകളാണിത്. സ്വീകരിക്കാൻ എത്ര പേർ തയ്യാറാകും? സ്വീകരിക്കാൻ
പറ്റുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് കർത്താവെ ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. എന്നെ നോക്കി മന്ത്രവാദി പറഞ്ഞതല്ല, എന്നെ നോക്കി എന്നെ എതിർക്കുന്നവർ പറഞ്ഞതല്ല. എൻ്റെ ദൈവം നിശ്ചയിച്ച രക്ഷയുടെ വഴികൾ ഞാൻ കാണാൻ പോവുകയാണ്. എൻ്റെ ദൈവം പറഞ്ഞ നന്മകൾ ഞാൻ കാണാൻ പോവുകയാണ്. എൻ്റെ ദൈവത്തിന് അത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങളോട് ഞാനൊരു പ്രോമിസ് വാക്യം പറയുകയാണ്. സങ്കീർത്തനക്കാരൻ 37 അധ്യായം അതിൻ്റെ 10 വാക്യം. നിങ്ങൾ ഇതുവരെയും കണ്ടത് ദുഷ്ടൻ്റെ ഉയർച്ചയായിരിക്കാം, നിങ്ങൾ ഇതുവരെയും ചെയ്തത് പാപമാർഗത്തിൽ ജീവിക്കുന്നവർക്കെല്ലാം നൽകുന്നു, എല്ലാം നടക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ എൻ്റെ കർത്താവ് നിനക്ക് വേണ്ടി ഒരു സീസൺ തുറക്കുകയാണ്. ഹല്ലേലൂയ. നീതിക്ക് വേണ്ടി പാപത്തെ വെറുത്ത് ഈ തമ്പുരാൻ്റെ വചനവുമായി നിൽക്കുന്ന നിനക്ക് വേണ്ടി ഇതുവരെയും തുറക്കാത്തൊരു വാതിൽ എൻ്റെ കർത്താവ് തുറക്കാൻ പോവുകയാണ്. സങ്കീർത്തനക്കാരൻ 37 അധ്യായം അതിൻ്റെ 10 വാക്യം. കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് ദുഷ്ടനില്ല, നീ അവൻ്റെ ഇടം സൂക്ഷിച്ചു നോക്കും, അവനെ കാണുകയില്ല. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളെ ഇടയ്ക്കിടയ്ക്ക് കുത്തിയ, നിങ്ങളെ ഇടയ്ക്കിടയ്ക്ക് വേദനിപ്പിച്ച, നിങ്ങളെ കുത്തിയ ആ ദുഷ്ടൻ്റെ വളർച്ചയിൽ നിൻ്റെ ദുഃഖം കാണാം. നിനക്ക് മാത്രം വിടുതൽ നടന്നില്ലല്ലോ എന്ന് പറയായിരിക്കും. പക്ഷെ തമ്പുരാൻ പറയുന്നു, നീ കുറച്ചൊന്നും കഴിഞ്ഞ് നോക്കിയോ, ആ ദുഷ്ടനെ നീ കാണത്തില്ല. എൻ്റെ കർത്താവ് നീതിമാനോട് കരുണ കാണിക്കുന്നവനാണ്, നീതിയോട് വിധിക്കുന്നവനാണ് കർത്താവിൻ്റെ കരം. അങ്ങനെയുണ്ടെങ്കിൽ എൻ്റെ കൂടെ ചേർത്തുകൊണ്ട് ഈ എപ്പിസോഡിൻ്റെ അവസാന മിനിറ്റുകളിൽ എത്ര പേർ ഒരുമിച്ചെന്ന് പറയും, ദൈവം വെച്ചിരിക്കുന്നത് കാണുവാൻ എൻ്റെ കണ്ണുകളെ ഒന്ന് തുറക്കണമേ. എൻ്റെ കൂടെ പ്രാർത്ഥനയോടുകൂടെ 2 രാജാക്കന്മാരുടെ പുസ്തകം 6 അധ്യായം അതിൻ്റെ 15 തുടങ്ങിയുള്ള വാക്യങ്ങൾ. ദൈവപുരുഷൻ്റെ ബാല്യക്കാരൻ രാവിലെ എഴുന്നേറ്റ് പുറത്തിറങ്ങിയപ്പോൾ ഒരു സൈന്യം കുതിരകളും രഥങ്ങളുമായി പട്ടണം വളഞ്ഞിരിക്കുന്നത് കണ്ടു. ബാല്യക്കാരൻ അവനോട്, അയ്യോ യജമാനനെ, നാം എന്ത് ചെയ്യും എന്ന് പറഞ്ഞു. 16 വാക്യം. അതിന് അവൻ, പേടിക്കണ്ട, നമ്മോട് കൂടെയുള്ളവർ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികം എന്ന് പറഞ്ഞു. ഈ 2 വാക്യങ്ങൾ നാം ശ്രദ്ധിക്കുമ്പോൾ ബാല്യക്കാരൻ നോക്കുമ്പോൾ ശത്രു സൈന്യം പട്ടണത്തെ വളഞ്ഞു നിൽക്കുന്നതായി കാണുകയാണ്. അല്ലെങ്കിൽ അവൻ അയ്യോ എന്ന് വിളിച്ചു. എപ്പോഴാണ് ഞാൻ നിങ്ങളും അയ്യോ എന്ന് വിളിക്കുന്നത്? ജീവിതത്തിനകത്ത് പ്രതീക്ഷിക്കാത്ത പ്രതികൂലങ്ങൾ, പ്രതീക്ഷിക്കാത്ത ആക്സിഡൻറ്റുകൾ, പ്രശ്നങ്ങൾ കാണുമ്പോൾ ഞാൻ നിങ്ങളും അയ്യോ എന്ന് വിളിക്കാറുണ്ട്. എന്നാൽ ഇന്ന് ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, നിൻ്റെ അയ്യോ വിളികൾക്കും അപ്പുറത്തായി ദൈവം എന്നോട് നിങ്ങളോട് പറയുന്നു, അവരെക്കാൾ അധികം നമ്മോട് കൂടെ ഉണ്ട്. ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ എൻ്റെ കൂടെയുണ്ട്. കർത്താവിൻ്റെ കരം എൻ്റെ കൂടെയുണ്ട്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ കൂടെ അതിന് ആമേൻ പറയാൻ തുടങ്ങണം. ഹല്ലേലൂയ. അടുത്ത വാക്യം, ബാല്യക്കാരനോട് എലീശ മറുപടി പറയുകയാണ്. പിന്നെ എലീശ പ്രാർത്ഥിച്ചു, യഹോവേ, ഇവൻ കാണത്തക്കവണ്ണം ഇവൻ്റെ കണ്ണ് തുറക്കണമേ എന്ന് പറഞ്ഞു. യഹോവ ബാല്യക്കാരൻ്റെ കണ്ണ് തുറന്നു. എലീശയുടെ ചുറ്റും അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു. നിങ്ങൾ നോക്കേ, ബാല്യക്കാരൻ്റെ കണ്ണ് യഹോവ തുറക്കുകയാണ്. അവൻ കാണുകയാണ്, അഗ്നിമയമായ കുതിരകളെയും രഥങ്ങളെയും കാണുകയാണ്. വിശ്വസിക്കുന്നവരാണെങ്കിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഇപ്പോൾ പ്രാർത്ഥിക്കണം. എൻ്റെ ദൈവം നിങ്ങളുടെ വിഷമത്തിൻ്റെ നടുവിൽ, നിങ്ങളുടെ വേദനയുടെ നടുവിൽ, നിങ്ങളുടെ ദുഃഖകരമായ അനുഭവത്തിൻ്റെ നടുവിൽ, ആ രോഗത്തിൻ്റെ അനുഭവത്തിൽ എൻ്റെ തമ്പുരാൻ നിങ്ങളെ പുതിയതായ തമ്പുരാൻ്റെ കരുതലുകൾ കാണിക്കുവാൻ പോവുകയാണ്. നിങ്ങളുടെ സൗഖ്യം നിങ്ങൾ അനുഭവിക്കാൻ പോവുകയാണ്. വിശ്വാസത്തോടു കൂടെ എൻ്റെ കൂടെ ഒന്ന് പ്രാർത്ഥിക്കാമെങ്കിൽ, വിശ്വാസത്തോടു കൂടെ ഈ മിനിറ്റുകളായിരിക്കാമെങ്കിൽ, അത്ഭുത സാക്ഷ്യത്തിന് ശേഷം നമുക്കൊരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ജീവിതത്തിനകത്തും വലിയ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു. നിങ്ങളുടെ കണ്ണ് തുറക്കാൻ പോവുകയാണ്. ആ അടഞ്ഞ വാതിലുകൾ, ആ പച്ചവെള്ളം മീനാകുന്നത് നിങ്ങൾ കാണാൻ പോകുന്നു. നിങ്ങളുടെ പടക നിറയുന്നത് നിങ്ങൾ കാണാൻ പോവുകയാണ്. വിശ്വാസത്തോടുകൂടെ നമുക്കൊരുമിച്ചെടുക്കാം. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് ഹല്ലേലൂയ ഞാൻ വളരെ ദിവസത്തെ ആഗ്രഹമായിരുന്നു എറണാകുളം മീറ്റിങ്ങിൽ ഹല്ലേലൂയ കടന്നു വന്ന് ഒന്നിച്ച് ദൈവത്തെ ആരാധിക്കണമെന്ന്. അതിന് ദൈവം ഒരുക്കിയ ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കർത്താവ് ഹല്ലേലൂയ റോയി ഹെൻറി പാസ്റ്ററിനെ ഹല്ലേലൂയ അടിയുടെ ജീവിതത്തിൻ്റെ ഭാഗ്യമായി തന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ ഹല്ലേലൂയ 2018 സൂം മീറ്റിംഗ് 2018-19 ഹല്ലേലൂയ സൂം മീറ്റിംഗ് ആരംഭിക്കുമ്പോൾ ഹല്ലേലൂയ ആദ്യം തുടങ്ങുമ്പോൾ സമയത്തൊട്ട് തന്നെ അനേക വിഷയങ്ങൾ കൂടെ കടന്നു പോകുന്ന വ്യക്തിയായിരുന്നു. ഹല്ലേലൂയ ഗൾഫിലുണ്ടായിരുന്ന ഒരു ജോലി ഉണ്ടായിരുന്നു. ആ ജോലിയിൽ ചില പ്രശ്നങ്ങളുണ്ടായി. ഹല്ലേലൂയ കമ്പനി അത് ക്ലോസ് ചെയ്തു. അത് കഴിഞ്ഞ് വീണ്ടും മടങ്ങി വന്നിട്ട് തിരികെ പോകുവാൻ തക്കോണം ദൈവരാലോചന തന്നു. വീണ്ടും മടങ്ങി പോകുവാൻ തക്കോണം കർത്താവ് കൃപ തന്നു. അതിനുശേഷം എൻ്റെ കുഞ്ഞുങ്ങളുടെ 2 പേരുടെ സ്നാനം ഞാൻ ആലോചിച്ചിരുന്നു. ഹല്ലേലൂയ അതെപ്പോൾ നടക്കുമെന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ഹല്ലേലൂയ ആ കോവിഡിൻ്റെ മധ്യേ തന്നെ
ഹാലുലിയ റോയൻറി പാസ്റ്റ് അതിനൊക്കെ ഈ മുന്നേ ഹാലുലിയൊക്കെ കൈത്താങ്ങൽ തന്നു. അവിടെ വെച്ച് കൊല്ലത്ത് വെച്ച് ആ സ്നാനം ചെയ്യുവാനും ഹാലുലിയ അത് കാരണം ഹാലുലിയ അത് കഴിഞ്ഞ് മോൻ ഹാലുലിയ കാനഡയ്ക്ക് പോകാനൊക്കെയും വഴി തുറക്കുവാനും സ്വർഗം ഇടയായി തീർന്നു. അവൻ്റെ ഹാലുലിയ കോഴ്സുകളൊക്കെ ഈ വർഷം കംപ്ലീറ്റ് ആകുന്നു. ഹാലുലിയ അവൻ ഇത്രത്തോളം അത്ഭുതമായി ഹാലുലിയ പ്രാർത്ഥനയാണ് ഞങ്ങളെ നിർത്തിയിരിക്കുന്നതെന്ന് ഹാലുലിയ സ്തോത്രം. ഹാലുലിയ അടിയുടെ ജീവിതത്തിൽ ഹാലുലിയ പ്രാർത്ഥനയെ കഴിഞ്ഞ് ഹാലുലിയ ഹാലുലിയ സ്തോത്രം മടുപ്പ് കൂടാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് ഹാലുലിയ സ്തോത്രം. കർത്താവ് തന്നെ ഹാലുലിയ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് മടുപ്പില്ലാത്തവരായിരിക്കാൻ നമ്മെ ദൈവം ഒരുക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹാലുലിയ എൻ്റെ മോള് ഹാലുലിയ ആർക്കിടെക്ചർ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് വീട്ടിൽ വന്നു. ഹാലുലിയ പലപ്പോഴും അവിടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും നടക്കുന്നത് ലാസ്റ്റ് സെക്കൻഡിൽ എല്ലാവർക്കും കിട്ടി. ഹാലുലിയ അവൾ വിഷമിച്ചിരിക്കുമ്പോൾ കർത്താവ് അവൾക്ക് വേണ്ടി ഹാലുലിയ ഒരു പുതുവഴി തുറക്കും. ഹാലുലിയ സ്തോത്രം. എവിടെ പ്രതികൂലത്തിന് നടുവിലിരിക്കുന്നു ഹാലുലിയ അവൾ ഭാരപ്പെട്ടിരിക്കുന്നു. ഹാലുലിയ എല്ലാം ഹാലുലിയ തടസ്സമായി നിൽക്കുമ്പോൾ ഹാലുലിയ ദൈവദാസിൽ കൂടെ ചിലപ്പോൾ ആലോചനകളെ കേൾക്കുവാനും ഹാലുലിയ അത് വലിയ ബലത്തിനും കാരണമായി തീർന്നു. ഹാലുലിയ ദൈവദാസൻ തന്നെ ഹാലുലിയ പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ ഹാലുലിയ ദൈവിക ആലോചനകളെ വിളിച്ചു പറഞ്ഞ് ഞങ്ങൾക്കത് അനുഗ്രഹമായി മാറിയിട്ടുണ്ട്. ഹാലുലിയ അങ്ങനെ ഹാലുലിയ മോൾക്ക് ഹാലുലിയ ഒട്ടും പ്രതീക്ഷിക്കാതെ ഹാലുലിയ അവൾ ആദ്യം ബാംഗ്ലൂരിൽ പോയി ഒരു ജോലിക്ക് ജോയിൻ ചെയ്തു. പക്ഷേ അവിടെ അത്ര വലിയ ഇതായിട്ട് അവൾ ആഗ്രഹിച്ച നിലയിലുള്ളൊരു ജോലി ആയിരുന്നില്ല. എങ്കിലും അവൾ കുറച്ച് നാൾ 5-6 മാസമൊക്കെ അവിടെ നിന്നിട്ട് തിരിച്ചിങ്ങി പോരുന്നു. അപ്പോഴും അവളുടെ മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നിട്ട് അവൾ പറഞ്ഞു, ഞാൻ എന്നാൽ പിന്നെ ഹയർ സ്റ്റഡീസിന് വല്ലതും പോവാം, അല്ലെങ്കിൽ ഞാൻ ഓൺലൈൻ വല്ലതും വർക്ക് ചെയ്യാൻ നോക്കാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന് വളരെ ഭാരപ്പെട്ടിരുന്നപ്പോൾ അതിനേക്കാൾ ഉത്തമമായ ഒരു നല്ല ജോലി ഒരു ഓയിൽ കമ്പനി തന്നെ ദൈവം ഒരു ജോലി ഒരുക്കി. ഹാലുലിയ ബാംഗ്ലൂരിൽ ഹാലുലിയ ഏറ്റവും നല്ല നിലയിൽ ഹാലുലിയ ശമ്പളം ലഭിക്കുമാറ് കർത്താവ് അവളെ ഉയർത്തി. ഹാലുലിയ അവൾ അവിടെ ആയിരിക്കുന്നു. അവൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും വിളിക്കുമ്പോൾ വളരെ സന്തോഷത്തോടെ പറയും, ഞാൻ ആഗ്രഹിച്ചതുപോലെ ഒരു ജോലി കർത്താവ് എനിക്ക് തന്നുവെന്ന്. ഹാലുലിയ ഹാലുലിയ സ്തോത്രം. അതൊക്കെയും കാരണത്തിന് ഹാലുലിയ പാസ്റ്റർ ഹാലുലിയ സ്തോത്രം. ഈ സഭയുടെ ശ്രദ്ധയുള്ള പ്രാർത്ഥന ഏറെ ഫലമുള്ളത് എന്ന് വചനം പഠിപ്പിക്കുന്നല്ലോ. ഹാലുലിയ ദിവസങ്ങളിൽ നമ്മൾ ശ്രദ്ധയുള്ളവരായി ദൈവസേനയിൽ പ്രാർത്ഥിക്കുവാൻ തക്കോണം ഹാലുലിയ ദൈവദാസന് കൈത്താങ്ങായി കൂടെ നിന്ന് പ്രാർത്ഥിപ്പാൻ നമ്മൾക്ക് ഒരു വാക്കേ അറിയത്തുള്ളൂ പ്രാർത്ഥിക്കാനെങ്കിലും. ഹാലുലിയ നിന്റെ സഹോദരന് വേണ്ടി നീ ഒരു വാക്കെങ്കിലും പ്രാർത്ഥിപ്പാൻ നീ ഇന്ന് പകൽക്കാലം നിന്നെ തന്നെ ഉപയോഗിച്ചാൽ നിന്റെ കരങ്ങളിൽ നിന്നെ തന്നെ കർത്താവ് എടുത്തുപയോഗിക്കും. ഈ ദിവസങ്ങളിൽ നിന്നെ അതിലധികമായി നിന്റെ ജീവിതത്തിൽ അനേക അത്ഭുതങ്ങളെ ചെയ്യുവാൻ ദൈവം മതിയായവനാണ്. അതിന് ഹാലുലിയ ഞാൻ ദൃഷ്ടാന്തമാണ്. അടിയങ്ങളുടെ ഹാലുലിയ സൂം മീറ്റിങ്ങിലുള്ള ഓരോ കുടുംബങ്ങളെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. അവരൊക്കെയും അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കാരണം പ്രാർത്ഥനയുടെ ബലത്തിലാണ്. ഹാലുലിയ ഞങ്ങൾക്ക് വിടുതൽ ഹാലുലിയ 1-2 ആയിരങ്ങളുടെ വിടുതലുകൾ ദിവസം തോറും ഞങ്ങൾക്ക് പറയാൻ കാണും. ഹാലുലിയ സ്തോത്രം. ഇത്രത്തോളം ഹാലുലിയ ജയം തന്ന് ഞങ്ങളെ നിർത്തിയിരിക്കുന്നതിനായി സ്തോത്രം. പ്രേരെ സാക്ഷ്യവും ഈ വചനവും നിങ്ങൾക്ക് അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് ഈ എപ്പിസോഡുകൾ മിസ്സാകുന്നുവെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾ കടന്നു വരണമെന്ന് ഓർപ്പിക്കുന്നു. ആയിരക്കണക്കിന് വീഡിയോകൾ ആ യൂട്യൂബ് ചാനലിൽ അപ്ലോഡാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് അത് വലിയ അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ ദിവസവും നമുക്ക് മോർണിംഗ് മെസ്സേജ് ഉണ്ട്. ആ മെസ്സേജുകൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായിരിക്കും. അല്ലെങ്കിൽ എങ്കിൽ എന്നെ ശ്രദ്ധിക്കുന്നവരെ നിങ്ങളുടെ ആ രോഗമുള്ള ഭാഗങ്ങളിലേക്ക് നിങ്ങൾ കൈവച്ചാട്ടെ. നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് ഒരു സീസൺ മാറുന്നത് നിങ്ങൾ കാണാൻ പോവുകയാണ്. നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് ഒരു അത്ഭുതം നടക്കുന്നത് നിങ്ങൾ കാണാൻ പോവുകയാണ്. പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നൊരു പ്രാർത്ഥിച്ചാട്ടെ. തമ്പുരാൻ്റെ കരം വെളിപ്പെടാൻ പോവുകയാണ്. തമ്പുരാൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതമാകാൻ പോവുകയാണ്. കണ്ണുകളൊന്ന് അടയ്ക്കാം, നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ പ്രിയരെ. തമ്പുരാൻ്റെ വലിയ കരം നിങ്ങൾ കാണാൻ പോവുകയാണ്. ആത്മാവിൽ എൻ്റെ കൂടിപ്പോൾ പൂർണ്ണ ഹൃദയത്തോടെ പ്രാർത്ഥിക്കാൻ പറ്റുന്നവർ പ്രാർത്ഥിച്ചാട്ടെ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വിശ്വസ്തത, ദൈവത്തിൻ്റെ വലിയ കരം കർത്താവെ ഞങ്ങൾ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ ഞങ്ങളുടെ മക്കളുടെ മേളിലേക്ക് റിലീസാകുന്നതിനായി സ്തോത്രം. കർത്താവെ, ഇവർ പുതിയത് ചിലത് കാണട്ടെ. തമ്പുരാൻ പുതിയത് ചെയ്യുന്നവരാണ്. തമ്പുരാൻ വീഞ്ഞ് തീർന്നെടുത്ത് പച്ചവെള്ളം കൊണ്ട് പുതിയതിനെ ഉണ്ടാക്കിയതാണ്. അറിയാം വീട്ടിനകത്തൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന വിധവയുടെ വീട്ടിൽ ഹല്ലേലൂയ ആ മാവിനെ വർദ്ധിപ്പിച്ച, എണ്ണയെ വർദ്ധിപ്പിച്ച ദൈവമാണ്. എങ്കിലും ഞാൻ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ, ഇവരെ കടബാധ്യതയുടെ നടുവിൽ, ഇവരെ രോഗത്തിൻ്റെ നടുവിൽ, ഇവരെ പ്രശ്നത്തിൻ്റെ നടുവിൽ എൻ്റെ ദൈവം പുതിയത് ചിലത് ചെയ്യുകയാണ്. അപ്പാ, അങ്ങയുടെ മഹത്വം വെളിപ്പെടുത്തണമേ, അങ്ങയുടെ കരം വെളിപ്പെടുത്തണമേ. അപ്പാ, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മഹത്വം ഇപ്പോൾ വെളിപ്പെടുന്നതിനായി സ്തോത്രം. അങ്ങയുടെ കരം ഇപ്പോൾ വെളിപ്പെടുന്നതിനായി സ്തോത്രം. ഞങ്ങൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ തീ, ദൈവത്തിൻ്റെ കരം വെളിപ്പെടട്ടെ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിലും യേശുവിൻ്റെ രക്തത്തിലും ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പാ, ഇതൊരു മറുപടി
ഉടമ്പടിയുടെ സമയമാണ്. ദൈവമേ, ഇതൊരു അത്ഭുതത്തിൻ്റെ സമയമാണ്. കർത്താവെ, ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ കർത്താവിൻ്റെ കരം, ഹല്ലേലൂയ, യേശുവേ, അത്ഭുതത്തിൻ്റെ കരം വെളിപ്പെടുകയാണ്. ഇപ്പോൾ തന്നെ സന്തോഷം എന്നൊരു പേര് കർത്താവ് കാണിക്കുന്നു. സന്തോഷത്തിന് വേണ്ടി വിടുതൽ നടക്കട്ടെ. ഹല്ലേലൂയ. ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ മഞ്ജുവിൻ്റെ വഴി ദൈവം തുറക്കുകയാണ്. കർത്താവെ, ഹല്ലേലൂയ, ഫിലിപ്പിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഫിലിപ്പിൻ്റെ ജീവിതത്തിനകത്ത് ചില നന്മകൾ വെളിപ്പെട്ട് വരട്ടെ. പ്രാർത്ഥിക്കുന്ന ഓരോ ദൈവമക്കൾക്ക് വേണ്ടിയും പുതിയ കാര്യങ്ങൾ കർത്താവ് ചെയ്യട്ടെ. അപ്പാ, ഡാനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ വിടുതൽ ഇപ്പോൾ സംഭവിക്കുന്നതിനായി സ്തോത്രം. കർത്താവെ, ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അപ്പാ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ വീണ എന്നൊരു പേര് കാണിക്കുന്നു. വീണയ്ക്ക് വേണ്ടി വിവാഹത്തിൻ്റെ വാതിൽ ദൈവം തുറക്കുകയാണ്. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഈ മിനിറ്റിൽ തന്നെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, അടയാളങ്ങൾ സംഭവിക്കട്ടെ, വലിയ വലിയ വാതിലുകൾ തുറക്കട്ടെ. കർത്താവെ, പ്രത്യേകിച്ച് ബിസിനസ് ചെയ്യുന്നവരെന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഹല്ലേലൂയ, പുതിയ തലങ്ങൾ ആവശ്യപ്പെടുന്ന, പുതിയ മേഖലകൾ ആഗ്രഹിക്കുന്ന ശുശ്രൂഷകരെന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. കർത്താവെ, അവരുടെ ജീവിതത്തിനകത്തൊരു ഉയർച്ച വ്യാപരിക്കട്ടെ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവെ, ഞാനത് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഞാനത് പൂർണ്ണമായി സ്വീകരിക്കുകയാണ്. ഒരു ദൈവപ്രവൃത്തി സംഭവിക്കുകയാണ്. കർത്താവെ, ഇപ്പോൾ തന്നെ ഞങ്ങളുടെ കരം വെളിപ്പെട്ടതിനായി സ്തോത്രം. ഇപ്പോൾ തന്നെ ഞങ്ങളുടെ അത്ഭുതകരം വെളിപ്പെട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്നെ വിദേശത്ത് ഹല്ലേലൂയ തലമുറയുടെ ഭാരത്താൽ, വിവാഹത്താൽ ഒന്നും നടക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് 2 മാതാപിതാക്കൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി ഒരു അത്ഭുതം എൻ്റെ കർത്താവ് ചെയ്യണം. അതേപോലെ തന്നെ ഒരു പ്രോപ്പർട്ടിയുടെ കേസിനകത്ത് ഇനി ഒരു വഴിയുമില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മരണം വരെയും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബം എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി ഒരു അത്ഭുതം എൻ്റെ കർത്താവ് ചെയ്യട്ടെ. യേശുവിൻ്റെ നാമത്തിലും യേശുവിൻ്റെ രക്തത്തിലും ഞാൻ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത്ഭുത വഴികൾ തുറക്കട്ടെ, അത്ഭുത വിടുതലുകൾ സംഭവിക്കട്ടെ. കർത്താവിൻ്റെ കരം ചലിച്ചതിനായി നന്ദി. കർത്താവെ, ഓരോ മക്കളെയും അങ്ങ് തുടരണമേ അപ്പാ. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ. പ്രിയരെ, ഈ വചനവും ഈ പ്രാർത്ഥനയും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുകയാണ്. വേഗത്തിൽ തന്നെ ഈ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചുകൊണ്ട് 8311 നിങ്ങൾ വിളിക്കണമെന്ന് ഓർപ്പിക്കുന്നു. അതാണ് പ്രയർ ലൈൻ. അതിനകത്ത് വിളിച്ച് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിച്ചാട്ടെ. 9072 വിളിച്ചാൽ വാട്സപ്പാണ്. ഞാൻ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ഹല്ലേലൂയ റിപ്ലൈ ചെയ്യുന്നത്. അത് വാട്സപ്പാണ്, പ്രത്യേകമായി ഓർപ്പിക്കുന്നു. മെസ്സേജുകൾ അയച്ചാട്ടെ, അല്ലെങ്കിൽ വാട്സാപ്പിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താട്ടെ, ഞാൻ റിപ്ലൈ ചെയ്യാം. അതേപോലെ തന്നെ പ്രത്യേകമായൊരു കാര്യം ഓർപ്പിക്കുന്നു. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം വൈകിട്ട് 6 മണി മുതൽ നമുക്ക് സൂമിൽ ആരാധന നടക്കുന്നു. 2 മണിക്കൂറാണ്. പ്രത്യേകമായി നിങ്ങളുടെ വിഷയങ്ങൾ പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങളും കടന്നു വരണമെന്ന് ഓർപ്പിക്കുന്നു. ആയിരങ്ങൾക്ക് അത് വിടുതലായിട്ടുണ്ട് എങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ തന്നെ അനാഥരെ സഹായിക്കുന്ന ഹല്ലേലൂയ എല്ലാ ദിവസവും പാവപ്പെട്ടവർക്ക് ഫുഡ് കൊടുക്കുന്ന മിനിസ്റ്റർ നമ്മൾ ചെയ്യുന്നു. നിങ്ങൾക്കും അതിനകത്ത് പങ്കുചേരാൻ കഴിയും. അതേപോലെ തന്നെ എപ്പിസോഡുകൾക്ക് വേണ്ടി ആരെങ്കിലും ഒക്കെ സഹായിക്കണം. നിങ്ങൾ ഒരു എപ്പിസോഡ് സ്പോൺസർ ചെയ്തുകൊണ്ട് ഹല്ലേലൂയ നിങ്ങളുടെ നന്മയെ സ്വീകരിക്കണമേ. വിതച്ചാൽ കൊയ്തിരിക്കും, നന്മ കണ്ടിരിക്കും. സുവിശേഷത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു വ്യക്തി പോലും ലജ്ജിച്ചു പോയതായി കാണുന്നില്ല. എങ്കിൽ കർത്താവ് നിങ്ങളെ കൂടുതൽ മാനിക്കട്ടെ. കൂടുതൽ വിവരങ്ങൾക്കായി 8311 നിങ്ങൾ കോൺടാക്ട് ചെയ്യണമേ. എങ്കിൽ അടുത്ത ദിവസം കാണും വരെയും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ കാക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.